നിഷാദ്, ഇന്ത്യ മുന്നണി അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മത്സരിക്കുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ CPM-ഉം പിന്നെ കോൺഗ്രസും ഈവൻ SDPയും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുന്ന രംഗമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അവരുടെ വിജയം അല്ലെങ്കിൽ അവരുടെ പരാജയം അത് രാജ്യത്ത് വലിയ എന്താ പറയുക ഒരു പ്രതിഫലനം ഉണ്ടാക്കില്ലേ? സത്യത്തിൽ ആ നിലയ്ക്കുള്ള ഒരു ത്രെട്ട് അവർ നേരിടുന്നില്ല. നേരത്തെ മറ്റു രണ്ടുപേരും പറഞ്ഞതുപോലെ അവിടെ DMK സഖ്യം മികച്ച കോൺഫിഡൻസിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ആകെപ്പാടെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം വിജയ് അവിടെ ഭയങ്കര നേട്ടം ഉണ്ടാക്കാൻ പോകുന്നുള്ളതാണ്. അങ്ങനെ വിജയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവണം. ഈ സർക്കാർ ആകെപ്പാടെ അഴിമതിയാൽ ജീർണിച്ചിരിക്കുന്നു. ഈ ഭരണകൂടം ഇറങ്ങിപ്പോകണം, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം, സംസ്ഥാനത്തെ രക്ഷിക്കാൻ നമുക്കൊരു നായകനെ വേണം എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ. അങ്ങനൊരു സംഗതി സത്യത്തിൽ തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിലെ ഭരണകൂടം ആകമാനം അൺപോപ്പുലർ ആയിരിക്കുന്നു, സ്റ്റാലിൻ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന വലിയ ജനവിരുദ്ധ വികാരം ഉണ്ടാകുന്നു, അതൊന്നുമില്ല. അപ്പോൾ ഇഷ്യൂലെസ് ആണ് സത്യത്തിൽ. ഈ ഒരു പ്രത്യേകിച്ചൊരു ഇഷ്യൂ ഇല്ലാത്തൊരു കളത്തിലേക്കാണ് ഇപ്പോൾ വിജയ് ചാടി വീണിരിക്കുന്നത്. എന്നിട്ട് വിജയ് പറയുകയാണ് BJPയും DMKയും ഒരുമിച്ചാണ്, ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയുമ്പോൾ അതെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പരിസരം ഇന്ന് തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ ഇല്ല. കാരണം എന്താണ്? ഏറ്റവും അഗ്രസീവായി നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് MK സ്റ്റാലിൻ. നമുക്കറിയാം, ഒന്ന് മമതയും. നിരന്തരമായി അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ബില്ല് കത്തിച്ച് കളയുന്ന ആ സ്റ്റില്ല് ഇന്ത്യയിൽ ആകമാനം ട്രെൻഡിങ് ആയി. അപ്പോൾ വിജയ് പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്, എന്താണ് ഇദ്ദേഹം BJPയുമായിട്ട് കൂട്ടുകൂടി തമിഴ്നാടിന് കിട്ടേണ്ട സംഗതികളൊക്കെ ഇല്ലാതാക്കുകയാണ്. പക്ഷേ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം എന്ന് പറയുന്ന ആർക്കുണ്ട്? DMKയ്ക്ക് ഉണ്ടെന്ന് മാത്രമല്ല, DMK അതിൽ കേന്ദ്ര വിരുദ്ധത പ്ലസ് ദ്രവിഡിയൻ ആശയം ഇത് രണ്ടിലും ഉറച്ചവിടെ നിൽക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം അത്രമേൽ തമിഴർ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലല്ല വിജയ് വന്നിറങ്ങുന്നത് എന്നാണ് പ്രധാനപ്പെട്ട വിജയ് നേരിടുന്ന ക്രൈസിസിലൊന്ന്. രണ്ട്, വിജയ് പറയാൻ ശ്രമിക്കുന്നത് പെരിയോറുടെ പേരമകൻ എന്ന് പറയുന്ന അദ്ദേഹം അതേ ഐഡിയോളജിയാണ് അപ്പുറത്തെ ഏറ്റവും നന്നായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ എന്തിനാണ് പെനട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ വിജയ് വരുന്ന പരിപാടിയിലൊക്കെ വൻ ജനക്കൂട്ടമുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രചാരണ ഗാനങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. മില്യൺസ് ഓഫ് ആൾക്കാരാണ് കാണുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോയാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാരും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരാധക യുവാക്കളൊക്കെ ചെയ്യുന്ന പലതരം വീഡിയോകളുണ്ട്. അതൊക്കെ ഭയങ്കരമായി ട്രെൻഡിങ് ആണ്. പക്ഷെ ഒരു ചോദ്യം ഇതുണ്ട്, ഇത് വിജയ് വരുമ്പോൾ വിജയെ കാണാൻ വേണ്ടി പുഴ നീന്തി വന്നവർ, നാട് കടന്ന് വന്നവർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ കാണാം. അവർ വിജയെ കാണാൻ വന്നവരാണ്. അല്ലാതെ വിജയ് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നു, ആ സ്ഥാനാർത്ഥിക്കും പോയി വോട്ട് ചെയ്യണമെന്നുള്ള മൂടല്ല. അവർ താരാരാധകരാണ്, ആ വ്യക്തിയോടുള്ള ആരാധന കൊണ്ട് വന്നവരാണ്. ആ വ്യക്തിയെ വിജയ് ജയിക്കും എന്ന് വിചാരിക്കാം. അതായത് വിജയ് ഈ സംസ്ഥാനത്തെല്ലായിടത്തും നിർത്തിയിരിക്കുന്ന ആളുകൾക്കെല്ലാം വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ വരുന്നവരല്ല ഈ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം തങ്ങൾ ഇത്രയും കാലം അഭ്രപാളിയിൽ മാത്രം കണ്ടിരുന്ന ഞങ്ങളുടെ ആരാധ്യ പുരുഷനായ മനുഷ്യനെ നേരിക്കാണാനും അദ്ദേഹം കൈ ഉയർത്തുമ്പോൾ തിരിച്ച് കൈ ഉയർത്താനും വന്ന ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് മാത്രമല്ല, സ്റ്റാലിൻ ഭരണകൂടം കഴിഞ്ഞ ഒരു 5 വർഷത്തെ അവരുടെ ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ വെൽഫെയർ പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ അപ്പോൾ അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുകയാണ് 3000-ലധികം അമ്പലങ്ങളാണ് ഞങ്ങൾ പുനരുദ്ധരിച്ചത്, ഞങ്ങൾ ഗംഭീരമാക്കിയത്. എന്ന് വെച്ചാൽ അവിടെ അഷ്ടിക്ക് വകയില്ലാത്ത തിരിതെളിയാത്ത അമ്പലങ്ങളൊന്നും ഇല്ലാത്ത വിധം ഞങ്ങൾ അവിടുത്തെ ഈ പറഞ്ഞ വിശ്വാസ സംഹിത ഏർപ്പാടുകളെ കംപ്ലീറ്റ് പുനരുദ്ധരിച്ച ഒരു ഗവൺമെൻറ്റാണ്. നമ്മൾ ഡാറ്റ നോക്കുമ്പോൾ ശരിയുമാണ്. ആ ഞങ്ങളോടാണ് BJP വന്നിട്ട് നിങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് പറയാണ്. വിദ്യാർത്ഥികൾക്ക് സ്റ്റാലിൻ്റെ പടം ഒട്ടിച്ച, അത് പണ്ട് കരുണാനിധിയുടെ പടം ഒട്ടിച്ചുകൊണ്ടായിരുന്നു, ലാപ്ടോപ്പുകളും അല്ലെങ്കിൽ പഠനോപകരണങ്ങളും അവർ കാര്യമായിട്ട് വിതരണം ചെയ്യുന്നു. ഒപ്പം തീവ്രമായി രാഷ്ട്രീയം പറയുന്നു. DMK എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ സംഘടനാ സംവിധാനം പൊളിയരുത് എന്ന കാർക്കശ്യത്തിലാണ് സ്റ്റാലിൻ 5 വർഷവും പ്രവർത്തിച്ചത്. ഏറ്റവും താഴെത്തട്ടിലും പ്രവർത്തകരുണ്ടാവണം, താഴെത്തട്ടിൽ യൂണിറ്റുകൾ ഉണ്ടാവണം, ആ യൂണിറ്റുകൾ വഴി നിരന്തരമായ ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു സംഘടനാ ശാഠ്യം ഉണ്ടായിരുന്നു. പ്ലസ് അഡ്മിനിസ്ട്രേഷനിൽ അവർ കാണിച്ച മികവുണ്ട്. അതിൻ്റെ കൂടെ അവർ രാജ്യത്ത് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന് കിട്ടുന്ന സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റാലിൻ ഇറങ്ങിപ്പോകണം എന്ന് പറയാൻ കഴിയുന്നത്, ആകെ പറയാൻ കഴിയുന്ന ഡൈനാസ്റ്റിയാണ് ഈ കുടുംബ ഭരണം പോകണം. അപ്പോൾ ആൾക്കാർക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്, നിങ്ങളൊരൊറ്റ സിനിമാ താരം എന്ന ഒറ്റ നേതാവിലല്ലേ വരുന്നത്, വേറെ ആരാ കൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതുകൊണ്ട് വിജയ്ക്ക് എന്തെങ്കിലും ഒരു മാജിക് കാണിക്കാൻ കഴിയുന്ന പൂർണ്ണമായ അന്തരീക്ഷ സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിജയ് കുറേ വോട്ട് നേടും. അത് അദ്ദേഹം തമിഴ്നാട്ടിലെ സമീപകാലത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള താരമാണ്. ആ താരം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും നേടണ്ടേ? ഇതിൽ മാത്രമല്ല അതിപ്പോൾ മറിച്ച് ആരെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ, തമിഴ്നാട്ടിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം ഈ ഡൽഹിയുടെ സ്വാധീനം വരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് തമിഴ്നാടിനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംസ്ഥാനത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ കുറിച്ച് അവരുടെ ഭാഷയെക്കുറിച്ചും ഒക്കെയുള്ള ആ അഭിമാനമാണ്. അതിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ വരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ പോയപ്പോൾ ഈ കറുത്ത ഒരു ഛായ വന്നു എന്ന നിലയിലുള്ള ഒരു ഇതുപോലും വന്നത് തമിഴ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതായി മാറുക എന്നുള്ളതല്ലാതെ വേറൊരു തരത്തിലുള്ള കൾച്ചർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ശരിയാക്കി കളയാം എന്നുള്ള മറ്റൊരു വാക്കി പറഞ്ഞ മോദി ഭരിക്കുന്നിടത്തോളം
സ്റ്റാലിനൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയാം ഒരു യെസ് ഏതായാലും